എന്തൊക്കെയുണ്ട് വിശേഷം? വയസ്സാകുമ്പോൾ ചെറിയ സൂക്കട എല്ലാവർക്കും ഉണ്ടാവും. പണ്ടത്തെ 6ാം ക്ലാസ് ഇച്ചിരി പൊടി ഇംഗ്ലീഷ് ഓഫീസിൽ ജോലിയായിരുന്നു, തൂപ്പുകാരിയായിരുന്നു. ഊണ കഴിച്ചോ? അപ്പൊ നമുക്ക് ഓണം എങ്ങനെയായി? കുറച്ച് കഴിയുമ്പോൾ മാറുമെന്നേ. ഡൊമിനിക് പ്രസന്റേഷന്റെ പോക്കറ്റ് ഇടി നടത്തുമായിരുന്നു. ഇന്നാൾ ഇവിടെ വന്നപ്പം പരിപാടി. ഡൊമിനിക് ഇവിടെ ഇല്ല, വന്നിട്ടില്ല. അതെന്നാ പരിപാടി? പാട്ടാണോ? അവിടെ കൂടെ എന്നടി ശ്വാസമേ കണ്ടിട്ടുമിണ്ടാതടി, എന്നടി ശ്വാസമേ കണ്ടിട്ടുമിണ്ടാതടി, ഇത് പണ്ടത്തെ ആൾ തന്നെയാ. കാറുണ്ട്, 5-6 കാറുണ്ട്, ബംഗ്ലാവുണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, വന്നോളടി. എന്നടി ശ്വാസമേ കണ്ടിട്ടുമിണ്ടാതടി. പണ്ടൊക്കെ നിങ്ങളുടെ പിന്നാലെ നടന്നതല്ലേ ഞാൻ, അന്ന് നിങ്ങളെന്നെ തള്ളി പറഞ്ഞില്ലേ. അന്നെൻ്റെ അപ്പനോടക്കി ക്ഷമിക്കൂ ശോശാമ്മേ, ഇപ്പോൾ അപ്പനോടക്കില്ല അങ്ങേരു പടിയായടി, വന്നോളടി. എന്നടി ശോശാമ്മേ കണ്ടിട്ടുമിണ്ടാതടി, എന്നടി ശോശാമ്മേ കണ്ടിട്ടുമിണ്ടാതടി. വല്യമ്മച്ചി കൊച്ചുമോനെ വാ പോകാം. ഫോർ ദ ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാണ് ഈ സ്ഥലം. നിരാശ്രയർക്കുള്ളൊരു വീടാണ്. വീടില്ലാത്തവർക്ക് വീടോ, അല്ലെങ്കിൽ മക്കളില്ലാത്തവർക്ക് കുടുംബമോ, മാതാപിതാക്കൾക്ക് ഇല്ലാത്തവർക്ക് മാതാപിതാക്കളോ, മക്കളില്ലാത്തവർക്ക് മക്കളോ ഒക്കെ ആവണം ഈ സ്ഥലം. ഇതൊരു തിരുവോണനാളിലാണ് ഞാനിവിടെ വന്നു വിട്ടത്. എനിക്ക് അവർക്ക് സന്തോഷം പകരാൻ മാത്രമേ സാധിച്ചുള്ളൂ. ഒരു ദിവസം ഒരു നേരം അവരുടെ സമൃദ്ധമായ ഒരു ആഹാരത്തിന് പങ്കുചേരാൻ സാധിച്ചില്ല. അതിയായ സന്തോഷമുണ്ട്. എനിക്ക് വളരെ സന്തോഷം. എന്നെ സംബന്ധിച്ച് വളരെ വ്യക്തിപരമായിട്ട് എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല. എൻ്റെ മാതാപിതാക്കളെ ഞാൻ നല്ലവണ്ണം നോക്കിയിരുന്നു എന്നെപ്പോഴും ഓർമ്മിപ്പിക്കാൻ ഒരു പക്ഷേ ഇങ്ങനെയുള്ള അവസരങ്ങൾ, ഇങ്ങനെയുള്ള സന്ദർശനങ്ങൾ എന്നെ പ്രേരിപ്പിക്കുന്നു. നമുക്ക് പ്രായമായവർ, നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും നമുക്കൊക്കെ പ്രായമാകും. എനിക്ക് കുറേ പേർക്ക് പ്രായമായവർ, കുറേ പേര് പ്രായമാകാൻ പോകുന്നവർ, കുറേ പേര് പ്രായമായി കഴിഞ്ഞവർ. അപ്പോൾ കാലം ചെല്ലുന്നത് മനുഷ്യന് ഒരുപാട് മാറ്റങ്ങൾ ശാരീരികവും മാനസികമായും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് സമൂഹത്തിന് വേണ്ടപ്പെട്ടവരല്ല. ഒരു കാലത്ത് സമൂഹത്തിന്, ഈ സമൂഹം വളർത്തിയെടുത്തവർ തന്നെയാണ് നമ്മളിന്ന് സമൂഹത്തിന് വേണ്ടാത്തവരായി മാറുന്നത്. അത് ഒരു നന്ദികേടാണോ നിഷേധമാണോ എന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ സമൂഹത്തിന്, നമ്മളെ വളർത്തിയെടുത്ത ഈ നിരാശ്രയർക്ക് ആശ്രയമാവുക എന്നുള്ളത് പുണ്യമെന്നല്ല ഞാൻ പറയുന്നത്. ഈ മണ്ണിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന അതിനുള്ള അവകാശം പോലെയുള്ള നമ്മുടെ ഒരു കടമയാണ്. നമ്മളെ കാത്തുരക്ഷിച്ചവരെയും സംരക്ഷിച്ചവരെയും വളർത്തി വലുതാക്കിയവരെയും സംരക്ഷിച്ചു പോരുക. ഞാനതൊരു ഉപദേശം പറയല്ല, ഒരു സത്യം പറയുകയാണ്. അത് നമ്മുടെ കടമയാണ്.